ഗിരിപ്രഭാഷണം ഒരു പഠനം. മത്തായി 7:15 മുതൽ 23 വരെ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന മുന്നറിയിപ്പോടുകൂടെയാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷ പരാജയമടഞ്ഞ ശമൂവേലിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം BC 1100 ആണ്ടിലാണ് പഴയ നിയമത്തിൽ പ്രവാചക കാലഘട്ടം ആരംഭിക്കുന്നത്. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന യഹൂദാജനം യെരുശലേം ദേവാലയം പുനഃപ്രതിഷ്ഠിക്കുന്ന കാലത്തോളം ഏകദേശം BC 400 ആണ്ടുവരെയും പ്രവാചകന്മാർ യഹൂദ്യായിൽ ശുശ്രൂഷിച്ചു പോന്നു. ആരാണ് ഒരു പ്രവാചകൻ? എന്താണ് അവൻ്റെ ദൗത്യം? യഹോവയായ ദൈവം യെഹെസ്കേലിനോട് ഇപ്രകാരം അരുളി ചെയ്തു: മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യവും ഉള്ളവരത്രേ. അവരുടെ അടുക്കിലേക്കാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം. അവർ മത്സരഗ്രഹമല്ലോ, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. നീയോ മനുഷ്യപുത്ര, അവരെ പേടിക്കരുത്. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനത്തെ അപ്രകാരം തന്നെ അറിയിക്കുക എന്നതാണ് ഒരു പ്രവാചകൻ്റെ ദൗത്യം. അവ അനുസരിക്കുകയോ തിരസ്കരിക്കുകയോ എന്നത് കേൾവിക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. മോശെ എന്ന പ്രവാചകനിൽ കൂടി ദൈവം ഇസ്രയേൽ ജനത്തിന് ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും നൽകി. അവരുടെ പരാജയത്തിനും നാശത്തിനും കാരണമായ പാപവും തോൽവിയും അവരെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അനുദപിച്ച് മടങ്ങി വന്ന് ദൈവിക വിശുദ്ധിക്കനുസൃതമായി ജീവിക്കുവാൻ അവർ അവരെ ആഹ്വാനം ചെയ്യുകയും അന്യഥ ആസന്ന ഭാവിയിൽ വരാൻ പോകുന്ന ദൈവിക ശിക്ഷാവിധി അവരെ അറിയിക്കുകയും ചെയ്തു. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രയെന്ന് അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ കള്ളപ്രവാചകന്മാരും അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നു. അവർ വേഷത്തിലും ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അനുകരിച്ചിരുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു എന്ന് യിരെമ്യാ പ്രവാചകനും, അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നുവെന്ന് യെഹെസ്കേൽ പ്രവാചകനും രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിലെ കള്ളപ്രവാചകന്മാരുടെ പിന്തുടർച്ച പുതിയ നിയമ കാലഘട്ടത്തിലുടനീളം കാണുവാൻ കഴിയും. ദൈവസഭയുടെ ആരംഭ നാളുകൾ മുതൽ ഇന്നയോളം വിപരീതോപദേശകന്മാരും കള്ളപ്രവാചകന്മാരും ഒരു സംഘടിത വർഗമായി ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നതായി ലേഖനങ്ങളിലും ഇന്ന് നമ്മുടെ ഇടയിലും കാണുവാൻ കഴിയുന്നു. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. കള്ളപ്രവാചകന്മാരും വിരുദ്ധോപദേശകരും ദൈവദാസന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് തന്നെയാണ് ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ലോകജ്ഞാനവും ദൈവവചനജ്ഞാനവും ആകർഷമായ വാക്ചാതുര്യമുള്ള ഇവർ ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നുവെന്ന് പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവർ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അതേ പ്രവൃത്തികൾ ചെയ്യുകയും തങ്ങൾ ആ പേരിന് അവകാശികളാകുന്നുവെന്ന് കർത്താവിൻ്റെ മുമ്പിൽ അവകാശവാദം ഉയർത്തുന്നതിൽ ശങ്കിക്കാത്തവരുമാകുന്നു. എന്നാൽ ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമെന്ന് തീർത്തു പറയുമെന്ന് കർത്താവ് ഇവരെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്തെ അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല എന്നും അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നുവെന്നും അപ്പോസ്തലനായ പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിനെന്ന് പൗലൂസ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. കള്ളപ്രവാചകന്മാരുടെയും വിപരീതോപദേശക്കാരുടെയും സംഘടിത ആക്രമണം ദൈവജനത്തിൻ്റെ ഇടയിൽ നടക്കുന്നതിനാൽ നാം സകല ശുശ്രൂഷകളെയും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണമെന്ന്
പൗലോസും കള്ളപ്രവാചകന്മാർ അനേകർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുമെന്ന് യോഹന്നാനും രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും ഒരുപോലെ ഇവരെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിരിക്കുന്നതിനാൽ നാം വളരെ ജാഗ്രതയോടെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് യൂദായും നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഒരു വൃക്ഷത്തെ അതിൻ്റെ തടി കൊണ്ടോ നിബിഡമായ ശിഖരങ്ങൾ കൊണ്ടോ ഇലകൾ കൊണ്ടോ അല്ല, അതിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ് തിരിച്ചറിയേണ്ടതെന്ന പ്രകൃതി നിയമം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറില്ല. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. അപ്രകാരം തന്നെ അശുദ്ധവും ദുഷ്ടതയും നിറഞ്ഞ ഒരു അസംതൃപ്ത ഹൃദയത്തിൽ നിന്നും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയില്ല. മുള്ളും ഞെരിഞ്ഞിലും പോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനും നശിപ്പിക്കാനും മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു എങ്കിലും അവർ അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രഥമസ്ഥാനവും ഇച്ഛിക്കുന്നു. ഇവരെ സൂക്ഷിച്ചുകൊള്ളുവരെന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. അപ്രകാരം തന്നെ ഞാൻ അപ്പോസ്തലനെന്നും പ്രവാചകനെന്നും കർത്താവിൻ്റെ ദാസനെന്നും അവകാശവാദം ഉയർത്തുകയും അത്യാഡംബരവും അസാന്മാർഗിക ജീവിതവും നയിക്കുന്ന ഒരുവന് ക്രൂശിൻ്റെ സ്നേഹിതനായിരിക്കാൻ കഴിയുകയില്ല. അവൻ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, അവരുടെ വയറ് ദൈവം, അവരുടെ അവസാനം നാശം. അവർ ദൈവത്താൽ അയക്കപ്പെട്ടവരല്ല, അവർ സാത്താനാൽ അയക്കപ്പെട്ട വീതിയുള്ള വാതിലിൻ്റെയും വിശാല വഴിയുടെയും ശുശ്രൂഷന്മാർ ആകുന്നു. ആകയാൽ അവരെ സൂക്ഷിച്ചൊഴിയുക. ക്രൂശിൻ്റെ സ്നേഹിതൻ ഇടുക്കുവാതിലൂടെ പ്രവേശിച്ച് ഞെരുക്കമുള്ള വഴിയിൽ കൂടി യാത്ര ചെയ്ത് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അവൻ മുന്തിരിയെപ്പോലെയും അത്തിയെപ്പോലെയും ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന നല്ല ഫലം പുറപ്പെടുവിക്കുന്നു.